ലീഗ് അസ്വസ്ഥരാണ്. പ്രധാനപ്പെട്ട കാരണം ലീഗ് പോലും വിചാരിക്കാത്ത വിജയം ലീഗിന് ഉണ്ടായിട്ടുണ്ട്. ഇക്കൊല്ലത്തെ UDFന്റെ ഈ വലിയ മുന്നേറ്റത്തിൽ ലീഗ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം. 27 സീറ്റിൽ മത്സരിച്ചു, 22 ജയിച്ചു. ഇതിന് മുമ്പൊരിക്കൽ അവർ എത്തിയത് പരമാവധി എത്തിയത് 20. ഇപ്പോഴല്ല, ഒരു കുറച്ച് മുമ്പ്. അപ്പോൾ ഈ 22 സീറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ വിജയമാണ്. മാത്രമല്ല മലപ്പുറം ജില്ല തൂത്തുവാരി UDF ചരിത്രത്തിൽ ഒരു വലിയ കാര്യമാണ്. അപ്പോൾ UDF എന്ന് വെച്ചാൽ കോൺഗ്രസിന് കൊടുത്ത സീറ്റിൽ അവർ ജയിച്ചു എന്നുള്ള ചോദിച്ചാൽ 3 സീറ്റ് കോൺഗ്രസിന് കൊടുത്തു എന്ന് വെച്ചാൽ ബാക്കി 13 ലീഗ് തൂത്തുവാരി. അപ്പോൾ ആ ലീഗിൻ്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് P. അബ്ദുൽ ഹമീദ് മാഷ് എന്ന് എല്ലാവരും വിളിക്കുക. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചിട്ടില്ല. നാളെ ഇപ്പോൾ മെയ് 23 വരെ കാലാവധിയുള്ള നിയമസഭയിൽ അദ്ദേഹം MLA ആണ്. വള്ളിക്കുന്ന് MLA ആയിരുന്നു അത് കഴിഞ്ഞ 1-2 ടേമായിട്ട്. അപ്പോൾ എല്ലാ നിലക്കും പവർഫുള്ളാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരാൾ അഭിപ്രായം പറയാം. പറഞ്ഞത് ചെറിയ ഭാഷയിലല്ല. മുസ്ലിം ലീഗിൻ്റെ ഒരു മിതമായ ഭാഷയുണ്ടല്ലോ, സാറൊക്കെ എപ്പോഴും പറയുന്ന വളരെ മര്യാദക്കാരും മാന്യന്മാരും ഒക്കെ ആയിട്ടുള്ള ഭാഷ, ആ ഭാഷയല്ല ഇന്ന് ഹമീദ് മാഷ് പ്രയോഗിച്ചത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ MSFും KSU ഒക്കെ തമ്മിൽ വലിയ വൈരം നടക്കുന്നുണ്ട് മലപ്പുറം. പണക്കാട് തങ്ങളെ വിമർശിക്കുന്നത് മുകളിലുള്ളവർക്ക് ധൈര്യമില്ലെങ്കിൽ ഇതാ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് KSUക്കാർ പണക്കാട് തങ്ങൾക്കെതിരെ സ്റ്റേറ്റ്മെൻറ്റ്. അതിന് മറുപടി പറയുന്ന MSFുകാരാ. അത് അവരെ പിരികേറ്റി വിടുന്നതാണ്. അപ്പോൾ ആ ഭാഷയിൽ ഏതാണ്ട് MSFന്റെ ഒക്കെ ഭാഷ, ഈ ഇളം തലമുറയുടെ ഭാഷ ഇന്ന് ജില്ലാ ജനറൽ സെക്രട്ടറി ഹമീദ് മാഷ് പറഞ്ഞത് രമേശ് ചെന്നിത്തലയുടെ മുഖത്ത് കൊള്ളുന്ന വർത്തമാനാണത്. രമേശ് ചെന്നിത്തല പറഞ്ഞത് BJP മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ ഡൽഹിയിൽ 50 ദിവസം എടുത്തില്ലേ എന്നൊക്കെയുള്ള വർത്തമാനം ഉണ്ടല്ലോ, അതെങ്ങാനും കേരളത്തിൽ വന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അടികൊള്ളുന്ന, അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ പറഞ്ഞ തല്ലുകൊള്ളുന്നതാണ്. എന്ന് വെച്ചാൽ ആ മാതിരി വർത്തമാനം പറഞ്ഞത് കോൺഗ്രസ് നേതാവ്, ആ പറഞ്ഞ കോൺഗ്രസ് നേതാവിനെ മുസ്ലിം ലീഗിന് പോലും അടിക്കാൻ തോന്നുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം.